നമ്മൾ ആരംഭിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നത് വരെ ഇനി ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ആർക്കും അനുവാദമില്ല എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കട്ടെ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ. കുറച്ചുകൂടെ സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ. കുറച്ചുകൂടി ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ലൊരു ചിരിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. അച്ഛനെ നോക്കി കുറച്ചുകൂടി നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് നല്ല ചിരി കൊടുത്തിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പുതുവർഷത്തിന്റെ 2026 2-ാമത്തെ വ്യാഴാഴ്ചയിലാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. നമുക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ദൈവമഹത്വം, അല്ലേ? നിനക്ക് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ രൂപാന്തരീകരണം, അല്ലേ? നീ പോയ പോലെ അല്ലല്ലോ, നിനക്ക് എന്താണ് സംഭവിച്ചത്, അല്ലേ? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കില്ലേ, നീ പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്, എന്താണ് നിനക്ക് സംഭവിച്ചത്? ഇവിടുന്ന് പോയപ്പോ എങ്ങനെ ആയിരുന്നില്ലല്ലോ, മുഖമൊക്കെ വീർപ്പിച്ചാണല്ലോ പോയത്, തിരിച്ചു വന്നപ്പോ ഭയങ്കര പ്രകാശത്തോടു കൂടെ അല്ലേ തിരിച്ചു വന്നിരിക്കുന്നു. ഈശോയുടെ മുഖപ്രകാശത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു. നമ്മുടെ മുഖത്തുണ്ടായിരുന്ന സങ്കടം മാറി സന്തോഷമായി. നമുക്ക് രൂപാന്തരീകരണം സംഭവിച്ചു. രൂപാന്തരീകരണം സംഭവിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദൈവമഹത്വം കിട്ടി. എന്ത് ചെയ്തപ്പോഴാണ് രൂപാന്തരീകരണം സംഭവിച്ചത്? ഈശോയുടെ മുഖത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഈശോയുടെ മുഖപ്രകാശമാണ് നമ്മെ പ്രകാശിപ്പിച്ചത്. ഹല്ലേലൂയ. അല്ലാതെ കഞ്ഞി കുടിച്ചാൻ പോയപ്പോ കഞ്ഞിയുടെ ചൂട് കിട്ടിയിട്ടല്ല നമ്മുടെ മുഖം പ്രകാശിച്ചത് കർത്താവിന്റെ മുഖത്തിന്റെ പ്രകാശം കണ്ടപ്പോഴാണ്. ഈശോ തന്നെ ഒരു സ്വകാര്യ വെളിപ്പെടുത്തൽ, ഒരു പ്രൈവറ്റ് റെവലേഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ ദിവ്യകാരുണ്യ തിരുമുഖം എന്ന് പറയുന്നത്
പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവന്റെ തിരുമുഖമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് മാലാഖമാരുടെ ആരാധനകൾക്ക് നടുവിലിരിക്കുന്നവനാണ് ദിവ്യകാരുണ്യത്തിലിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ ഭൂമിയെ ദിവ്യകാരുണ്യ സാന്നിധ്യം ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്നു. ഒന്ന് പറഞ്ഞേ, ദിവ്യകാരുണ്യ സാന്നിധ്യം ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്നു. എന്തുകൊണ്ടാണ്? ദൈവം വസിക്കുന്ന ഇടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ദൈവം വസിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ വീടിനെ നമ്മൾ എന്ത് പറയും? ആ വീടൊരു സ്വർഗമാണെന്ന് പറയാറുണ്ട്, ഇല്ലേ? ചില വീടുകളെ കുറിച്ച് കുറച്ച് സ്പെല്ലിംഗ് മാറ്റിയും പറയാറുണ്ട്. ഹല്ലേലൂയ, ഇല്ലേ? ആ വീടൊരു നരകമാണ് എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട് എങ്ങനെയാണ് സ്വർഗമായി മാറിയത്? ദൈവ സാന്നിധ്യമാണ്. ഈ ഭൂമിയിൽ ദൈവ സാന്നിധ്യമാണ്, സ്വർഗമാണ് ഈശോയുടെ സാന്നിധ്യം. അതുപോലെ തന്നെ ഈ ഭൂമിയെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുചെന്നിരുത്തിയിരിക്കുന്ന സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് ഈശോ പറയുകയാണ്. അതായത് ഈ ദിവ്യകാരുണ്യം ആരുടെ ശരീരമാണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. ദിവ്യകാരുണ്യം ആരുടെ ശരീരമാണ്? ഈശോയുടെ ശരീരമാണ്. സഭ ആരുടെ ശരീരമാണ്? അങ്ങനെയാണെങ്കിൽ ദിവ്യകാരുണ്യം ആരുടെ ശരീരമാണ്? സഭയുടെ ശരീരമാണ്. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. സഭ ആരുടെ ശരീരമാണ്? ദിവ്യകാരുണ്യം ആരുടെ ശരീരമാണ്? അങ്ങനെയാണെങ്കിൽ ദിവ്യകാരുണ്യ ശരീരത്തിൽ ആരുണ്ട്? സഭ മുഴുവനുമുണ്ട്. ഈശോ മുഴുവനുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സഭ മുഴുവനും എവിടെയുണ്ട്? ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? വേണ്ട, നിങ്ങൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കേട്ടാ മതി. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഈ ശരീരം മുഴുവൻ, ഈ ദിവ്യകാരുണ്യ ശരീരം, ഈ തിരുസഭയാകുന്ന ശരീരം മുഴുവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മൾ എല്ലാവരും ഇപ്പൊ എവിടെയുണ്ട്? ഈശോയുടെ, ശ്രദ്ധിക്കണേ, അച്ഛനൊരു തിയോളജി പറയാണ്. ഈശോയുടെ സ്വർഗത്തിലുള്ള സാന്നിധ്യത്തിലൂടെ മനുഷ്യകുലം മുഴുവൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇനി സ്വർഗത്തിലിരിക്കുന്ന ഈശോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്വർഗത്തിലിരിക്കുന്ന ഈശോ പിതാവിന്റെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുകയും മാലാഖമാരുടെ ആരാധന സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും നമുക്കെല്ലാവർക്കും വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിത്യപുരോഹിതനായ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലിരുന്ന് ഈശോ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? മനുഷ്യകുലത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഈശോയുടെ തിരുമുഖം കണ്ട് മനുഷ്യകുലം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ചോദ്യം ശരിക്ക് കേട്ടോ. എന്ത് ചോദിച്ചാലും ഈശോയുടെ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒന്നുകൂടി കേട്ടിട്ട് നമ്മൾ പറയില്ലേ, ശരിക്ക് പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ ചോദ്യം എന്താണെന്ന് കേട്ട് നമ്മൾ ഈ ഭൂമിയിലിരുന്ന് ഈശോയെ ആരാധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആരുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? നിത്യപുരോഹിതനായ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈശോയുടെ അതേ പ്രവൃത്തിയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പങ്കാളികളാവുകയാണ്. അപ്പോൾ ഈശോ സ്വർഗത്തിലിരുന്ന് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മറ്റൊരു സ്വർഗത്തിലിരുന്ന്, ഏതാണ് നമ്മുടെ സ്വർഗം? ദിവ്യകാരുണ്യ സന്നിധി എന്ന് പറയുന്ന സ്വർഗത്തിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ വില എന്ന് പറയുന്നത്, അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു സ്വർഗീയ പ്രവൃത്തിയാണ്. ഇതാണ് സ്വർഗീയമായ ആരാധനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ആരാധിക്കുന്നത് കല്ലിനെയും മണ്ണിനെയും കേൾക്കാൻ കഴിയാത്ത മരത്തെയും പ്രപഞ്ച ശക്തികളെയും ഒന്നുമല്ല. കാറ്റിനെയോ സൂര്യനെയോ വായുവിനെയോ ജലത്തെയോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവിക്കുന്നവനായ, നമ്മെ കാണുന്നവനായ, നമ്മെ കേൾക്കുന്നവനായ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജന്മം തന്നവനായ, രൂപം തന്നവനായ, നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ മനുഷ്യാവതാരം ചെയ്ത് പീഡകളേറ്റ് സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി രക്തം ചിന്തി മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവപുത്രനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്നവനായ കർത്താവിനെയാണ്. 10:55 ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ 10:55 അവിടെ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവനെയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പിറന്നവനാണ്. അപ്പോൾ ദൈവം തന്നെയായവനാണ്. അവനെ നമ്മൾ ഇങ്ങനെ ആരാധിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞേ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്തോ സുഖമനുഭവിക്കും. ഈശോയെ പോലെയാകും. കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോൾ ഈശോയെ പോലെയാകും. നമ്മൾ എപ്പോൾ 1 യോഹന്നാൻ 4:17 നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 4:17. അച്ഛാ, ഞങ്ങൾ കുറെ നാളായി ആവിലയിൽ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾ ഈശോയെ പോലെ ആയിട്ടില്ല. എപ്പോഴായിരിക്കും ഞങ്ങൾ ഈശോയെ പോലെ ആകുന്നത്? മരിച്ചു കഴിയുമ്പോഴായിരിക്കുമല്ലേ? ആണോ? എന്ന് ആകുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് അപ്പോൾ 1 യോഹന്നാൻ 4:17 വായിക്കാം. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യമുണ്ടാകുന്നതിനും സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് 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 എന്താണ് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്? അല്ലേ? 9-ാം മാസമായി. എന്താണ് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്? ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞിരിക്കുന്നത് എന്താണ്? യോഹന്നാൻ പറയുകയാണ്, സ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, സ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, സ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇനി ആരോടും വൈരാഗ്യമില്ല. ഒന്ന് പറഞ്ഞ, ഇനി ആരോടും വൈരാഗ്യമില്ല. ചിലര് പറയുന്നില്ല കേട്ടോ. കുട്ടികൾ, ചില കുട്ടികൾ മിണ്ടുന്നില്ല. ഇനി ആരോടും വിദ്വേഷമില്ല. പറഞ്ഞേ, ഇനി പറഞ്ഞായിരുന്നു. ഇനി ആരോടും അസൂയയില്ല. ചിലൊരു മൂക്കും വായയും പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഹൃദയത്തിൽ അഹങ്കാരമില്ല. എനിക്ക് ഇനി എല്ലാം സഹിക്കാൻ സാധിക്കും. എനിക്ക് എല്ലാം പൊറുക്കാൻ സാധിക്കും. എനിക്കെല്ലാം ക്ഷമിക്കാൻ സാധിക്കും. ഓരോന്ന് പറയും തോറും സ്വരം
അപ്പോൾ സ്നേഹം നമ്മളിൽ എന്ത് പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചാൽ സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. അത് അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അസൂയപ്പെടുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. അതെല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം അതിജീവിക്കുന്നു. അല്ലേ? സ്നേഹം എല്ലാം അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, തൊട്ടടുത്ത വചനം വായിച്ച്, എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഞാൻ ഈശോയെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഞാൻ ഈശോയെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഈശോയെ പോലെയായി. നമുക്ക് 100-ൽ 100 മാർക്ക് കിട്ടി. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:17 പറയുന്നത്, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യമുണ്ടാകും. എന്താണ്? നമ്മൾ ഫസ്റ്റ് കിട്ടിയ ഒരാള്, സ്കൂളിൽ ടോപ്പർ ആയിട്ടുള്ള ഒരാള്, 100-ൽ 100 മാർക്ക് മേടിച്ച ആള് അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? അല്ലേ? 100-ൽ 100 ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാള് എൻട്രൻസ് ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോ കൗൺസിലിങ്ങിന് പോകുമ്പോ അല്ലേ, അതിന് ചെന്ന് നിൽക്കുമ്പോ അവിടെ ക്യൂവിൽ ഇരിക്കുകയാണ്. അപ്പൊ ക്യൂവിൽ ഇരിക്കുമ്പോ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഒരു ഇരിപ്പുണ്ടാവും ഇല്ലേ? നമുക്ക് വല്ലതും പേടിക്കാനുണ്ടോ? കിട്ടോ ഇല്ലയോ? ഇത്തിരി റാങ്കൊക്കെ കുറഞ്ഞ് 50,000 റാങ്കിൽ കിടക്കുന്ന ആളും അവിടെ വന്നിരിക്കുന്നുണ്ട്. അയാൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അപ്പോൾ ഈ ഭൂമി, അതിനെയാണ് എൻട്രൻസ് ടെസ്റ്റിൽ എന്ത് കിട്ടണമെന്ന് പറഞ്ഞത്? ഫസ്റ്റ് കിട്ടണം. അപ്പൊ നല്ല മാർക്ക് മേടിച്ചിട്ട് വേണം. ഇവിടെ ഉള്ളത് എന്താണ്? എൻട്രൻസ് ടെസ്റ്റ് ആണ്. എങ്ങോട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ്? സ്വർഗത്തിലേക്കുള്ളത്. ഇപ്പൊ ഇവിടെ ആവിലയിൽ നടക്കുന്ന എന്താണ്? കോച്ചിങ് ക്ലാസ് ആണ്. ഹല്ലേലൂയ. ഇവിടെ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ സെന്റർ ഇപ്പോഴല്ല, ഇവിടെ കോച്ചിങ് മാത്രമേ ഉള്ളൂ. കോച്ചിങ് എക്സാം നടക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? എക്സാം സെന്റർ വീട്ടിലാണ്. ഓരോരുത്തരുടെയും വീട്ടിലാണ് പരീക്ഷ. പരീക്ഷക്ക് മാർക്ക് ഇടുന്നത് ആരാണെന്ന് അറിയാവോ? ഭാര്യയുടെ മാർക്ക് ഇടുന്നത് ഭർത്താവ്, ഭർത്താവിന്റെ മാർക്ക് ഇടുന്നത് ഭാര്യ. നിങ്ങൾ ഭർത്താവിന് മാർക്ക് ഇടുമ്പോ എന്നെങ്കിലും ഭർത്താവിന് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഹല്ലേലൂയ. ഭർത്താക്കന്മാര് എന്നെങ്കിലും ഭാര്യക്ക് ഫസ്റ്റ് കൊടുക്കോ? ഇല്ല. എന്റെ ഭാര്യ മൂലമാണ് എന്റെ കുടുംബം ഇത്രയും നന്നായതെന്ന് എപ്പോഴും പറയുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാര് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭാര്യമാര് ഭാഗ്യവതികൾ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ആരെ പോലെയാകണം? ഈശോയെ പോലെയാകണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇനിയാണ് കോച്ചിങ് തുടങ്ങാണ്. ബ്രില്യന്റ് പാല അല്ലെങ്കിൽ സൈലം കോഴിക്കോട്. അപ്പോ കോച്ചിങ് ക്ലാസ് തുടങ്ങാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഈശോയെ പോലെയാകണമെങ്കിൽ നമ്മുടെ പദ്ധതികൾ ആരുടെ പദ്ധതികളായി മാറണം? അല്ലെങ്കിൽ ഈശോയുടെ പദ്ധതികളെ ആരേറ്റെടുക്കണം? നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഇനി റിവിഷൻ പറയാൻ സമയമില്ല, റിവിഷന്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികള് നമ്മൾ ഏറ്റെടുക്കണം. ഇന്നത്തെ കുർബാനയുടെ സുവിശേഷത്തില് ഈശോ തന്റെ 5 പദ്ധതികൾ പറയുകയാണ്. ഈശോയുടെ 5 പദ്ധതികൾ പറയുന്നു.
അത് ഒരു പ്രകടന പത്രിക പോലെയാണ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ വിജയിച്ചാൽ എന്ത് ചെയ്യും? ഇല്ലേ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പ്രകടന പത്രികകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകടന പത്രികയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: ഞങ്ങൾ ജയിച്ചാൽ എന്തു ചെയ്യും? 2 കിലോ അരി 50 പൈസക്ക് കൊടുക്കും. എല്ലാ സ്ത്രീകൾക്കും ആവില പള്ളിയിൽ പോകാൻ ബസ്സിൽ ഫ്രീ, ബാക്കിയുള്ള ദിവസം കാശ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വാഗ്ദാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് പാർട്ടിക്കാരുടെ വാഗ്ദാനങ്ങൾ അവിടെ നിൽക്കട്ടെ. കർത്താവ് ഒരു 5 വാഗ്ദാനം പറയുകയാണ്. ഞാൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ പദ്ധതി എന്താണ്? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക. ആരാണ് പ്രിയപ്പെട്ടവരെ ദരിദ്രർ? നമ്മുടെ മദർ തെരേസ സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ സുമറാണി സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാണ് ദരിദ്രർ? ദരിദ്രരെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ദാരിദ്ര്യമാണ്. ദൈവത്തെ അറിഞ്ഞുകൂടാ. അംബാനി ദരിദ്രനാകാം. എങ്ങനെ? അയാൾക്ക് ദൈവത്തെ അറിഞ്ഞുകൂടെങ്കിൽ അയാൾ ആരാണ്? ദരിദ്രനാണ്. ഹല്ലേലൂയ. അല്ലെ, ഇലോൺ മസ്ക് ദരിദ്രനായി തീരാം എന്ത്? ദൈവത്തെ അറിഞ്ഞുകൂടെങ്കിൽ, അറിയുന്നില്ല എങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നർ എന്ന് പറയുന്നവരും ഏത് പട്ടികയിലാണ്? ദരിദ്രരുടെ പട്ടികയിലാണ്. ഇനി ഒരാൾക്ക് ദൈവത്തെ അറിയാം, പക്ഷെ അയാൾ 2 നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും സ്വർഗത്തിന്റെ കണ്ണിൽ അയാൾ ആരാണ്? ധനവാനാണ്, സമ്പന്നനാണ്. അവന്റെ സ്ഥാനം അബ്രഹത്തിന്റെ മടിത്തട്ടിലാണ്. ലാസറിന്റെ സ്ഥാനം അബ്രഹത്തിന്റെ മടിത്തട്ടിലാണെന്ന് മാത്രമല്ല, ലാസറിന്റെ പേര് ദൈവത്തിനറിയാം, പക്ഷെ ധനവാന്റെ പേര് ദൈവത്തിനറിഞ്ഞുകൂടാ. അവനെ ധനവാൻ എന്ന് മാത്രം വിളിച്ച് ദൈവം ഈശോ അവസാനിപ്പിച്ചു. പക്ഷേ ആ വീട്ടിൽ പിച്ചക്ക് നിന്നവന്റെ പേര് കർത്താവിനറിയാം. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ പറയുകയാണ്, ദരിദ്രരോട്, ദൈവത്തെ അറിയാത്തവരോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? സുവിശേഷം വെറും ഒരു നല്ല വാർത്തയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെന്നും ദൈവം നിന്നെ പരിപാലിക്കുന്നെന്നും ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്നും നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യാവതാരം ചെയ്തെന്നും കുരിശിൽ മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗാരോഹണം ചെയ്തെന്നും നിനക്ക് സ്വർഗത്തിൽ നിത്യജീവന്റെ സമ്മാനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും നിനക്ക് ദൈവത്തിന്റെ ജീവനിൽ ലയിച്ചു ചേരാൻ കഴിയും. ഒരു മുന്തിരിച്ചെടിയോട് അതിന്റെ ശാഖകൾ ഒട്ടിച്ചേർന്നിരിക്കുന്നത് പോലെ നിനക്ക് ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ പറ്റുമെന്നും ദൈവത്തിന്റെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും സൗമ്യതയും ആനന്ദവും ആത്മസംയമനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും ലാളിത്യവും അനുസരണവും നിനക്ക് വിശുദ്ധിയും നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവീക പുണ്യങ്ങൾ പുറപ്പെടുവിച്ച് നീയും ദൈവത്തെ പോലെ പ്രകൃതിയിൽ സ്വഭാവത്തിൽ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും എന്നതാണ് സുവിശേഷം. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. ചുരുക്കി പറഞ്ഞാൽ അവസാനം നീ ഈശോയെ പോലെ ആയിത്തീരും. നീ ദൈവീക ജീവനിൽ പങ്കുകാരനാകും, പങ്കുകാരിയാകും. നീ ദൈവത്തെ പോലെ ആകും, നീ ഈശോയെ പോലെ ആയിത്തീരും എന്നതാണ് സുവിശേഷം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗുഡ് ന്യൂസ്. ഇല്ലേ, നല്ല വാർത്ത എന്ന് പറയുമ്പോ പരീക്ഷയിൽ ജയിച്ചു, നല്ല വാർത്ത. രോഗം മാറി, നല്ല വാർത്ത. വസ്തു ഇടപാട് നടന്നു, നല്ല വാർത്ത. അപ്രകാരമുള്ള നല്ല വാർത്തകളുടെ സുവിശേഷമല്ല.
നീ ഈശോയെ പോലെ ആയി തീരുമെന്ന് പറയുന്ന ഒരു നല്ല വാർത്ത. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? പ്രത്യാശ ഉണ്ടച്ചോ, ഒരു ദിവസം എന്റെ കഷ്ടപ്പാടൊക്കെ മാറും, അല്ലേ? അതാണോ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? ഒരു ദിവസം തലവേദന മാറും. ഏതാണ് മരിച്ചു കഴിഞ്ഞ അരമണിക്കൂർ കഴിയുമ്പോ പിന്നെ തലവേദന. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് വിസാ തടസ്സം മാറും എന്നതല്ല, കടബാധ്യത മാറും എന്നതല്ല, ഈ ഭൂമിയിൽ ഒരു ദിവസം സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറ്റും എന്നതല്ല. ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ഒരു ദിവസം ഞാൻ ഈശോയെ പോലെ ആയി തീരും എന്നതാണ്. അതിനെയാണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. രോഗം മാറിയില്ലെങ്കിലും ഞാൻ ഈശോയെ പോലെയാകും. കടബാധ്യത മാറിയില്ലെങ്കിലും ഞാൻ ഈശോയെ പോലെയാകും. കല്യാണം നടന്നില്ലെങ്കിലും പോരാട്ടോ, ജോലി കിട്ടിയില്ലെങ്കിലും, ഭവന നിർമ്മാണം നടന്നില്ലെങ്കിലും, പലരും മിണ്ടുന്നില്ല, സന്താന സൗഭാഗ്യമില്ലെങ്കിലും, കൊച്ചുങ്ങളുള്ളവരാണ് സത്യത്തിൽ പറയുന്നത്. അപ്പോൾ മക്കളുടെ കള്ളുകുടി മാറിയില്ലെങ്കിലും, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭൗതികമായ പലതും സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണത്? നമ്മൾ ഈശോയെ പോലെ ആവുകയാണ്. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരോട്, ദൈവത്തെ അറിയാത്തവരോട്, ഈ കാര്യങ്ങൾ അറിയാത്തവരോട് ഈ സുവിശേഷം പറയാൻ വേണ്ടിയാണ്. അതായത് ഈ ലോകത്തിലുള്ള ജീവിതമാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ ലോകത്തിലുള്ള ജീവിതത്തെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ജീവിതമാണ് എല്ലാം എന്ന് അല്ലെങ്കിൽ വിചാരിച്ച് സ്വർഗത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, കാലത്ത് എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പണിക്ക് പോകുന്നു, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം വീണ്ടും ഉച്ച കഴിഞ്ഞ് പണിയെടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ച് ലോൺ എടുക്കുന്നു, പിന്നെ അത് അടക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു, ഒരു ലോൺ അടക്കാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കാൻ പോകുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള കാര്യങ്ങള് മക്കളെ വളർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവരെ വലുതാക്കുന്നു, അവരുടെ കല്യാണം ആലോചിക്കുന്നു, അവരുടെ കല്യാണം നടത്തുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ പ്രസവം എടുക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് ആ കൊച്ചുങ്ങളെ വളർത്തുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച്, അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച്, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ വീടുകളിലുണ്ട്. നമ്മുടെ വീടുകളിൽ ആരാണുള്ളത്? നമ്മൾ. ഇപ്പോഴാണ് മനസ്സിലായതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോട് കർത്താവ് ഒരു കാര്യം പറയുന്നു, നീ സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കും. നമ്മുടെ സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് നോക്കി മാത്രം ജീവിക്കാനാണ്, അല്ലേ? പണിച്ചേട്ടാ, മണൽ വാരാൻ പോകുന്നു, മണലടിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരോട് കർത്താവ് പറയാണ്, സുവിശേഷം എന്താണ്? നിനക്ക് ഒരു സ്വർഗീയ ജീവിതമുണ്ട്. നിനക്ക് ഈശോയെ പോലെ ആകാൻ പറ്റും. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നിനക്ക് സാധിക്കുമെന്നതാണ് സുവിശേഷം. ഞാൻ ദരിദ്രരോട്,
ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, ബന്ധിതർക്ക് മോചനം നൽകുക എന്നൊരു പദ്ധതി എനിക്കുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ഈശോയുടെ ആ പദ്ധതി, എല്ലാവരും ഈശോയെ പോലെ ആയിത്തീരുക എന്ന് പറയുന്ന ഈശോയുടെ പദ്ധതി നമ്മുടെ പദ്ധതിയായി മാറണം. നമുക്കും ആ പദ്ധതി ഉണ്ടാകണം. 2, ഈശോയുടെ പദ്ധതിയാണ് ബന്ധിതർക്ക് മോചനം കൊടുക്കുക എന്ന് പറയുന്നത്. ആരാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ, ശാപത്തിന്റെ ബന്ധനങ്ങൾ, അന്ധവിശ്വാസത്തിന്റെ ബന്ധനങ്ങൾ. ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവർ വന്നതെന്ന് തോന്നുന്നു. കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഒരു മെച്ചപ്പാടും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഭയങ്കര പ്രയാസം അനുഭവിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആരോ ഒരു അഡ്രസ്സ് തന്നിട്ട് ഞങ്ങൾ വിളിച്ചു. ധ്യാനിപ്പിക്കാനൊക്കെ നടക്കുന്ന ഒരു സഹോദരന്റെ ടീമിലെ അംഗങ്ങളാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പേര് വന്നു. അവര് ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കുഴിച്ച് ഒരു തകിടെടുത്തു. ആ തകിടില് 5000 ആത്മാക്കളെ ആവഹിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണി നോക്കിയിട്ട് പറഞ്ഞതാണ്. എത്ര ആത്മാക്കള്? 5000 ആത്മാക്കളെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട 5000 ആത്മാക്കള്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് ആത്മാക്കൾ വരുമ്പോ മതവും പിടിച്ചുകൊണ്ടല്ല വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ആത്മാക്കള് ഇതിനകത്ത് തകിടിൽ ആവഹിച്ച് വെച്ചിട്ട് കുഴിച്ചിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടാതിരുന്നത്. ഇതിനെ പുറത്തെടുത്തത് കൊണ്ട് പുറത്തെടുത്തവർക്ക് ഇനി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അവരത് സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവര് പുറത്തെടുത്ത്. അച്ഛൻ ചോദിച്ചു, ആ തകിട് എവിടെ? അവരത് കൊണ്ടുപോയി. എന്നിട്ട് അപ്പൊ പൈസ വല്ലതും കൊടുക്കേണ്ട വന്നു അവർക്ക്. 1,00,000 രൂപ. 5000 ആത്മാക്കൾക്ക് 1,00,000 രൂപ. അപ്പൊ ഒരു ആത്മാവിന് എത്ര രൂപ വെച്ച് വന്നെന്നാവും? 20 രൂപ വെച്ച്. ഒരാത്മാവിന് 20 രൂപ വെച്ച്. അച്ഛൻ പറയുന്നതേ, ഇടവകയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു രൂപതയുടെ പേര് പറയാം. ഏതായിരിക്കും ആ രൂപത? ഒരു അതിരൂപതയാണെന്ന് മാത്രം. ഹല്ലേലൂയ. ഏതു ആവാലോ. അപ്പൊ ഇവിടെ തന്നെയുള്ള ഒരു അതിരൂപത ഏതാണെന്നൊന്നും അച്ഛൻ അറിഞ്ഞോളാം. അപ്പോ അവിടെ ഒരു കുടുംബത്തിലെ, അതായത് നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒരുപക്ഷെ അവരിവിടെ ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച വന്നോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 1,00,000 രൂപ കൊടുത്തു. അച്ഛൻ ചോദിച്ചു, ഇപ്പൊ പ്രശ്നമൊക്കെ മാറിയില്ലേ? അച്ഛ ഉണ്ടായിരുന്ന കാശും കൂടിയും പോയി. പ്രശ്നം കൂടിയ കുറഞ്ഞ? കൂടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും, അച്ഛൻ വന്ന കാലം തുടങ്ങി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും എവിടെ കിടക്കാണ്? ഇതാണ് ഈ ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ അതിലും ഇതിലുമൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കാണ്. എന്നിട്ട് അവര് പറഞ്ഞു, 1,00,000 രൂപ മേടിച്ചുകൊണ്ട് പോയവര് പറഞ്ഞു, നിങ്ങൾ ഇതിന് പരിഹാരമായി ആവില പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് ഒരു കുർബാനയ്ക്ക് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് പൂർണ്ണമാവുള്ളൂ. അച്ഛൻ ചോദിച്ചു, കുർബാനയ്ക്ക് എത്ര രൂപയാണ്? 200 രൂപ. ഇത് തകിടെടുത്തതിന് എത്ര രൂപയാണ്? അപ്പൊ അതല്ലേ വലുത്. ആ 200 കൂടി അവർക്ക് കൊടുത്താക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കർത്താവ് തിരുസഭ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള രക്ഷാകര കർമ്മത്തിന് അത് സൗജന്യമാണ്. അത് 200 രൂപ എന്ന് പറയുന്നത് അതിന്റെ വിലയല്ല, അത് സൗജന്യമാണ്. അത് ഈ തിരിയൊക്കെ കത്തിക്കുന്നതിനുള്ള കാശ, അല്ലാതെ അത് അതിന്റെ വിലയിടാൻ പറ്റാത്തതാ. അപ്പോൾ പക്ഷെ നമ്മുടെ തന്നെ ചില അന്ധവിശ്വാസങ്ങൾ, അതാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. അതൊരു ബന്ധനം. അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ജഡികാസക്തികളുടെ ബന്ധനങ്ങള്, പാപത്തിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ബന്ധനമാണ്. ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇപ്പോൾ 32 വയസ്സായി, കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവള് പറഞ്ഞു, അച്ഛാ, എന്റെ ഒരു കല്യാണം നടന്നതാണ്. അത് ശരി. എന്നിട്ട് അതെന്ത് പറ്റി?
പറയാൻ പറ്റുന്നില്ല. ചെറിയ പ്രായത്തില് ബോധമില്ലാത്തൊരു കാലത്ത് അപ്പനും അമ്മയും പറഞ്ഞത് കേൾക്കാതെ എവിടെയോ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോയതാണ്. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു കൊല്ലം കഴിയേണ്ടി വന്നു, സെറ്റാവുന്നില്ലച്ചോ. സിങ്കാവുന്നില്ലച്ചോ. അത് തന്നെയല്ലേ മോളെ പോണേല് മുമ്പ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇപ്പൊ അല്ലേ കേട്ട് പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ തന്നെ പലതരത്തിലുള്ള ബന്ധനങ്ങളിലാണ്. ഈ ബന്ധനത്തിൽ കഴിയുന്ന മരണത്തിന്റെ ബന്ധനം, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നമ്മെ മോചിപ്പിക്കുകയാണ്. ബന്ധിതർക്ക് മോചനം ഈശോയുടെ പദ്ധതിയാണ്. അച്ഛൻ ചോദിക്കട്ടെ, ഈശോയുടെ ഈ പദ്ധതി നമ്മൾ നമ്മുടെ പദ്ധതിയാക്കി ഏറ്റെടുക്കണം. അതുപോലെ ഈശോയുടെ പദ്ധതിയാണ് അന്ധർക്ക് കാഴ്ച നൽകുക എന്ന് പറയുന്ന ഒരു പദ്ധതി. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? കണ്ണുണ്ട്. നമ്മളെല്ലാവരും എന്ത് കാണുന്നുണ്ട്? പലരെയും കാണുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ശരിക്ക് കാണുന്നില്ല. നമ്മൾ ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എവിടെ എത്തി എന്ന് കാണുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ രൂപാന്തരീകരണത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി എന്ന് കാണാൻ കണ്ണുണ്ടോ? നമ്മൾ കാണുന്നില്ല. എനിക്കിപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് കാണുന്നില്ല. ഞാനിപ്പോൾ വഴിതെറ്റിയാണ് ജീവിതയാത്ര എന്ന് കാണുന്നുണ്ടോ? ഒരു മകൻ പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ +1 പഠിക്കുകയാണ്. +1 പഠിക്കുമ്പോ അതിനെന്താണ് മോനെ, നിനക്ക് മുഴുവൻ മാർക്ക് കിട്ടട്ടെ. മാർക്കൊക്കെ ഉണ്ടച്ചോ. അപ്പൊ പിന്നെ നീ എന്തിനു വേണ്ടി വന്നത്? മാർക്ക് മേടിക്കാൻ വേണ്ടിയല്ല വന്നത്. എനിക്കിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ആണോ? നല്ല കാര്യം. +1 ആണേ റിലേഷൻഷിപ്പ്. അപ്പൊ അച്ഛൻ ശരി, അന്ന് നീ പറയാനുള്ളത് പറ. അതല്ല പ്രശ്നം. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ആണോ പ്രശ്നം? അതല്ല പ്രശ്നം. എനിക്ക് 10ാം ക്ലാസ്സിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ ശരി, അതെന്തു പറ്റി? അത് ഞങ്ങൾ ഭയങ്കര ഡീപ്പായൊക്കെ പോയതാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് നമ്മൾ ഇനി പറ്റൂല, അവൾ വേറൊരു രാജ്യത്തും ഇവൻ വേറൊരു രാജ്യത്തുമാണ്, അതുകൊണ്ട് ഇനി തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പൊ അത് പോയി. അപ്പൊ ഇപ്പോ പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിലാണ്. നിന്റെ പ്രശ്നം എന്താണ്? എനിക്ക് പലപ്പോഴും പഴയതിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു ആഗ്രഹം വരുത്തും. അച്ഛൻ പറ, പഴയത് വേണോ പുതിയത് വേണോ എന്ന്? പിന്നെ അച്ഛൻ ഇതല്ലേ പണി, അച്ഛന് വേറെ ഒരു പണി. നീ കാര്യം വേഗം പറഞ്ഞിട്ട് പോയെ അടുത്ത ആളോട്. അല്ല, അച്ഛൻ മെസ്സേജ് പറയുമെന്ന് വീട്ടിൽ അമ്മ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു മെസ്സേജ് പറയാം. എന്താണ് മെസ്സേജ്? നിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നു. നിന്റെ പണി എന്താണ്? പഠിക്കുക. നീ അത് ചെയ്. അതാണ് നിനക്കുള്ള മെസ്സേജ്. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നുള്ളതാണ് നിന്റെ മെസ്സേജ്. പിയും പറഞ്ഞു, അച്ഛൻ ഞാൻ 2ാമത്തെ ആൾക്ക് പ്രോമിസ് കൊടുത്തുപോയി. എന്ത് പ്രോമിസ്? ജീവിത അവസാനം വരെ. ഓക്കെ ശരി, ആദ്യത്തെ ആളോട് നീ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു ചെറിയ അന്ധത പറഞ്ഞതാണ്. നീ എവിടെയാണെന്നും നീ ആരാണെന്നും നീ എന്താണെന്നും നീ കാണുന്നില്ല. നീ എന്താണ് ചെയ്യേണ്ടതെന്ന്, നിന്റെ ജീവിതത്തിൽ നീ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നീ അന്ധനാണെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം. പിന്നെ മറ്റുള്ളവരാരാണെന്ന് നീ കാണുന്നില്ല. നിന്റെ സഹോദരനെ സഹോദരനായി കാണാൻ പറ്റുന്നില്ല. സഹോദരിയെ സഹോദരിയായി കാണാൻ പറ്റുന്നില്ല. ശത്രുവായി കാണുകയാണ്. സഹോദരനെ, അയൽക്കാരനെ ശത്രുവായി കാണുന്ന കാഴ്ചയുടെ പേരാണ് കുഞ്ഞെ അന്ധത എന്ന് പറയുന്നത്. അയൽക്കാരനെ ശത്രുവായി,
എതിരാളിയായി കാണാൻ നിന്നെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രം ഏതാണ്? മറ്റവന് വേറൊരു പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ, വേറൊരു മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, അവനെ ശത്രുവായി കാണാൻ നിന്നെ പഠിപ്പിച്ചതാരാണ്? ഇപ്പോ പുതിയ പേരുണ്ടല്ലോ, ഐസ്ക്രീം ബോംബ് അല്ലേ? ഐസ്ക്രീം ബോംബ് ഉണ്ടാക്കുകയാണ്. സാധാരണ ഐസ്ക്രീം എന്ന് പറഞ്ഞ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. ഇപ്പൊ ഐസ്ക്രീമിൽ വരെ ബോംബാണ്. അപരനെ ഇല്ലാതെയാക്കണമെന്ന് കരുതുന്ന ആളുകൾ അന്ധരാണ്. അതാണ് അച്ഛൻ 1-ാം തീയതി പറഞ്ഞത്. വർഗീയവാദികള് അന്ധരാണ്. ഒരു പുൽക്കൂട് കാണുമ്പോ പേടി വരുന്നവര് അന്ധരാണ്, അന്ധതയാണ്. ഒരു കുരിശു രൂപം കാണുമ്പോ പേടി തോന്നുന്നത് അന്ധതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അന്ധതയുണ്ട് ലോകത്തില്. നമുക്കുണ്ട് അന്ധത, മറ്റുള്ളവർക്കുണ്ട് അന്ധത. നമ്മുടെ അന്ധത മാറണം. വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട്, വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാമെന്നുള്ള നിന്റെ തോന്നലുണ്ടല്ലോ, അതൊരന്ധതയാണ്. അവരനെ അടിച്ചമർത്തി, അവരനെ ഇല്ലാതെയാക്കി, അവരിൽ നിന്ന് പിടിച്ചു പറിച്ച് തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി നേടിയെടുത്ത് ധനവാനോ ആകാനുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് അന്ധതയാണ്. അവരൻ എന്തെങ്കിലും വിട്ടുകൊടുത്താൽ, ഒരു വഴി വിട്ടുകൊടുത്താൽ, എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് വെച്ച് വിട്ടുകൊടുത്താൽ നിനക്കെല്ലാം പോകും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അന്ധതയുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് നിനക്ക് കാഴ്ച കിട്ടുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത്, നമുക്ക് കാഴ്ച കിട്ടണം, നമ്മളിലൂടെ മറ്റുള്ളവർക്കും കാഴ്ച കിട്ടണം. അപ്പോഴാണ് നമ്മുടെ പദ്ധതി ഈശോയുടെ പദ്ധതിയായി തീരുകയുള്ളൂ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈശോയെ പോലെയാകണമെങ്കിൽ ഈശോയുടെ ആഗ്രഹമാണ് നമ്മൾ പരിത്യാഗം ചെയ്യണം എന്നത്. ആത്മപരിത്യാഗത്തിന്റെ 13 വഴികൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. രണ്ടാമതായി, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 2, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 3, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 4, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 5, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കണം. 6, ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം ഉപേക്ഷിക്കണം. 7, ഏഴാമത്തെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, നമ്മൾ പറയുന്നു അത് എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല, ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അനുസരിക്കാം. ഒരു മകളോട് പറഞ്ഞു, മോളെ നീ ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് പിന്തിരിയണം, അവൻ നിനക്ക് പറ്റിയ ഒരു ആളല്ല, ആ പ്രണയബന്ധത്തിൽ നിന്ന് നീ പിന്തിരിയണം. അവൾ ഇങ്ങനെ ഒരു ലൈൻ ബസ്സിൽ പോയതാണ്. ലൈൻ ബസ്സിൽ തുടർച്ചയായി പോയി അവൾ ആ പേര് അർത്ഥമാക്കുന്ന രീതിയിൽ പെരുമാറി. എന്താണ്? ലൈൻ ബസ്സിൽ പോയി അവസാനം ലൈൻ. അങ്ങനെയാണ് അവൾ സ്കൂളിൽ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. 2 മാസം എന്തോ ഒരു കാര്യം, സ്പെഷ്യൽ ക്ലാസ് വന്നു കഴിഞ്ഞപ്പോ 2 മാസം ലൈൻ ബസ്സിൽ പോയതാണ്. അപ്പൊ അത് അവൾ വിചാരിച്ചു ആ പേര് ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കണം.
അപ്പോൾ അവൾക്ക് ബോധ്യപ്പെടുന്നില്ല. അവള് പറയുകയാണ്, അവൻ ഒരു കുറ്റവാളിയാണെങ്കിൽ നമ്മൾ കുറ്റവാളികളെ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്? സ്നേഹിച്ച് സ്നേഹിച്ച് മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നതല്ലേ അച്ഛാ നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവൾ പറയുന്നു, എനിക്ക് ആ കുറ്റവാളിയെ മതി. അവനൊരു കള്ളുകുടിയനാണ്, ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ മാറ്റിയെടുത്തുകൊള്ളാം. ശരി, അവൻ വായയിൽ എന്താണ് കഞ്ചാവോ ഹാൻസൊക്കെ വെക്കുന്നവനാണ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അങ്ങനെ അവള് പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 2 കൊല്ലമായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഇടിയും, ആവശ്യത്തിന് കുത്തും, ആവശ്യത്തിന് ആശുപത്രി കേസും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോ ഇനി തലക്ക് വട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു? ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കാണ്, കേസ് നടക്കാണ്. അച്ഛൻ ചോദിച്ചു, മോളെ അവൻ മാനസാന്തരപ്പെടൂ? ഇല്ലച്ചോ, പെടൂല. നിന്നോടാദ്യം പറഞ്ഞപ്പോൾ നിനക്ക് പലതും അനുസരിക്കാൻ, അതാണ് അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയണം, എന്നാലേ അനുസരിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആദത്തോടും ഹവ്വയോടും ദൈവം പറഞ്ഞു, നീ ഈ മരത്തിൽ നിന്ന്, നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞു. വല്ല കാരണവും പറഞ്ഞു? കഴിച്ചാ മരിക്കും, അത്ര പറഞ്ഞോളൂ. എന്തുകൊണ്ട് മരിക്കും, എങ്ങനെ മരിക്കും, അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. കഴിക്കരുത്, കഴിക്കാൻ മരിക്കും, അത്രേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. അല്ല ചേട്ടാ പോവല്ലേ, കഴിച്ചാ എങ്ങനെയായിരിക്കും മരിക്കുന്നത്? ശ്വാസം മുട്ട, ഒന്നും പറയാനില്ല, കഴിച്ചാ മരിക്കും, അതുകൊണ്ട് കഴിക്കരുത്. പ്രിയപ്പെട്ടവരെ, അവർ അതനുസരിച്ചില്ല. അതിന്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ അങ്ങനെ അനുസരിക്കാതിരുന്നതിന്റെ ഫലങ്ങൾ ഒരു വശത്തുണ്ട്. ഇനി നോഹയോട് ദൈവം വന്നിട്ട് പറഞ്ഞു, അനുസരണത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമുള്ള ഒരു ബൈബിൾ സ്റ്റോറി എന്ന് പറയുന്നത് നോഹയുടേതാണ്. നോഹയോട് ദൈവം വന്ന് പറഞ്ഞു, ജലപ്രളയമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ജലപ്രളയം. അതുകൊണ്ട് നീ ഒരു വലിയ പെട്ടകമുണ്ടാക്കണം എന്ന് പറഞ്ഞു. നോഹ, മലമുകളിൽ താമസിക്കുന്ന നോഹ എന്തിനാണ് ജലപ്രളയം? നോഹ ഇന്നേ വരെ വെള്ളം പൊന്തി വരുന്നത് കണ്ടിട്ടില്ല, അതുവരെ മഴ പെയ്തിട്ടില്ല എന്നാണ് ബൈബിളിന്റെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. എങ്ങനെ പ്രളയമുണ്ടാകുമെന്ന് ദൈവം നോഹയോട് പറയുന്നില്ല. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജലപ്രളയമുണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുനാമി വരുമെന്നോ, കടല് കയറി വരുമെന്നോ, പുഴ ജലനിരപ്പ് ഉയരുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മഴ പെയ്ത് ഉരുള് പൊട്ടി ജലപ്രളയം ഉണ്ടാകുമെന്നോ ഒരു ഡീറ്റെയിൽസും ഇല്ല. ഒറ്റ വാക്ക്, ജലപ്രളയമുണ്ടാകും. നീ വേഗം ഒരു പെട്ടകമുണ്ടാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോഹ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ എല്ലാം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ദൈവം അബ്രാഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ വരിക. നിന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ഒരു സ്ഥലത്തേക്ക് നീ വരിക. പ്രിയപ്പെട്ടവരെ, അബ്രഹത്തോട് ദൈവം പോകേണ്ട സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നോ? ഇപ്രകാരമാണ് നമ്മൾ അത് വായിക്കുന്നത്. ബൈബിൾ എടുക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ തിരുവചനം വായിക്കാം. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിളിച്ചോണ്ട് പോവാണ്. അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു 25 വയസ്സായ ഒരു മകനുണ്ടെന്ന് വിചാരിക്കും. അബ്രഹത്തിന് 75 വയസ്സായിട്ടുണ്ടായിരുന്നു. 25 വയസ്സായിട്ടുള്ള മകനോട് അപ്പനും അമ്മയും കൂടി പറയാണ്, എടാ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്, നീ വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവൻ എന്ത് ചോദിക്കും? എവിടേക്കാണ് പോകുന്നത്? എത്ര സമയമെടുക്കും? എപ്പോ തിരിച്ചു വരും? ഉച്ചക്ക് ഭക്ഷണം? ഇതെല്ലാം പറഞ്ഞാൽ അതൊന്നും നീ അറിയണ്ട, ഞങ്ങളുടെ കൂടെ വരണുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 25 വയസ്സുള്ള മകൻ വരുവോ? പോയി അത് തന്നെ പറയാം. ഹല്ലേലൂയ. ഇനി ഒരു 50 വയസ്സുള്ള ഒരാളോട്, നിങ്ങളുടെ വീട്ടിൽ ഒരു 50 വയസ്സുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക, വാ നമുക്ക് ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഒരാൾ വിളിക്കുകയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ നിങ്ങൾ പോവോ? അത് വേണ്ട, ആ കളി വേണ്ട. 75 വയസ്സുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക, പറയേ വേണ്ട, അതിന്റെ കഥ തന്നെ പറയട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 75 വയസ്സുള്ള അബ്രഹത്തോട് പറയുകയാണ്, നീ വീട് വിട്ടിറങ്ങിക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. എങ്ങോട്ടാണ് പോകുന്നത്? അതൊന്നും നീ അറിയണ്ട, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക്. നമ്മളാണെങ്കിൽ പോവില്ലയോ? ഇതാണ്, ഒന്നും അറിയാതെ, എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. ഇതിനെയാണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനോട് കഴിഞ്ഞ വർഷം ഒറീസയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈശോ പറഞ്ഞു, അടുത്ത വർഷം, അതായത് 2026 നമ്മൾ ഒറീസയിലെ കൺവെൻഷന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ പോയാല്? ഇല്ലേ, എന്താ പോയാല്? മറ്റേ ഒരു സിനിമയില് എന്താണ്, നാഗവല്ലി പോണ്ട എന്ന് പറഞ്ഞപ്പോ എന്താ പോയാലെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് പോകുന്നില്ല. ഈ കൊല്ലം ഒറീസയിൽ പോകുന്നു. ഈ കൊല്ലം ഈ ഏപ്രിൽ ഈ തപസ് കാലത്ത് പോകണ്ടെന്ന് പറഞ്ഞ് പോകുന്നില്ല. ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ആവിലയിൽ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ നിൽക്കും. അപ്പോൾ എന്താണ് പോകണ്ട എന്ന് പറഞ്ഞതിന് എന്താണ് കാരണമെന്ന് അച്ഛന് മനസ്സിലായിട്ടില്ല, കർത്താവിന് അറിയാൻ പറ്റായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയാണ്, ചില കാര്യങ്ങൾ പറയുമ്പോ ഒരാളോട് പറയാണ്, നീ ഇസ്രായേലിൽ പോകണ്ട. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ പോയാല്? അപ്പൊ പറയേണ്ടി വരും, വിടമാട്ടെ എന്ന് പറയണ്ട. നമ്മളോട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുവാദം തരാത്തവരോട് നമ്മൾ പറയും, വിടമാട്ടെ. നമുക്കിഷ്ടമല്ല, നമ്മുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കുന്നവരെ നമുക്ക് ഇഷ്ടമല്ല, വിടമാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് അബ്രഹത്തിന്റെ അനുസരണം. മോശയുടെ അനുസരണവും അങ്ങനെ തന്നെയാണ്. വടി നീട്ടുക എന്ന് പറഞ്ഞു, പിന്നെ വടി നീട്ടിയ കടല് രണ്ടായി വിഭജിക്കപ്പെടുവോ? മോശ വടി നീട്ടുന്നു. ഇനി ജെറീക്കോ മതിലിന്റെ, അതാണ് അതിലും വലിയ തമാശയാണ്, ഒരു വലിയ മതില്, ജെറീക്കോ പട്ടണത്തിന്റെ മതിലാണ്. 30 അടി പൊക്കമാണ്. 30 അടി പൊക്കം ഒന്ന് മനസ്സിൽ ഊഹിച്ചു, ഇത് 10 അടി പൊക്കമുള്ളൂ. 30 അടി പൊക്കമുള്ള മതില്. നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ജയിലിന്റെ മതിലിനൊന്നും അത്രയും പൊക്കമില്ല. 30 അടി പൊക്കം, 6 അടി വീതി. 6 അടി വീതിയും 30 അടി പൊക്കവുമുള്ള മതിലിന്റെ ചുറ്റും 13 പ്രാവശ്യം വലയം ചെയ്യണം. 6 ദിവസം, ആദ്യത്തെ 6 ദിവസം ഓരോ പ്രാവശ്യം വെച്ച്, അവസാനത്തെ 7ാമത്തെ ദിവസം 7 പ്രാവശ്യം. അപ്പോ 6ഉം 7ഉം 13 പ്രാവശ്യം ഈ മതിലിന്റെ ചുറ്റും നിങ്ങൾ നടന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് അതിന്റെ ചുറ്റും നടക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റും നടക്കുക. അപ്പോ എന്തുണ്ടാകും? ഈ മതില് തകർന്ന് താഴെ വീഴും. ഇത്രയും പറയുന്നില്ല, നിങ്ങൾ ചുറ്റും നടക്കുക.
പ്രിയപ്പെട്ടവരെ, ഒരു മതില് തകർന്നു വീഴാൻ അതിന്റെ ചുറ്റും നടന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നോ, നിങ്ങൾക്ക് ആ നഗരത്തെ കീഴടക്കാൻ പറ്റുമെന്നോ നമ്മൾ കരുതുമോ? ഇനി ജോഷ വിശ്വസിച്ചാലും കേൾക്കുന്നവര് വിശ്വസിക്കോ? കൂടെ ഉള്ളവരെന്ത് പറയും? ചേട്ടായിക്ക് വട്ടായി എന്ന് പറയും. ചേട്ടായിക്ക് വട്ടായി എന്ന് തന്നെ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, വട്ടായി പോയേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. പക്ഷേ ജനം കണ്ണും പൂട്ടി വിശ്വസിച്ചു. അവര് ചുറ്റും നടന്നു. ജെറീക്കോ നഗരത്തിന്റെ മതിലുകൾ തകർന്നു വീണു. പ്രിയപ്പെട്ടവരെ, ഈശോ അനുസരിക്കുന്നവനായിരുന്നു. ശിഷ്യന്മാർ അനുസരിക്കുന്നവരായിരുന്നു. പരിശുദ്ധ അമ്മ അനുസരിക്കുന്നവളായിരുന്നു. അവളോട് വചനം പറഞ്ഞു, ദൈവം പറഞ്ഞു, നിന്നിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും, ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കും. ഇതൊക്കെ പറഞ്ഞ്, അപ്പോൾ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയത്തിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും മറിയം പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറട്ടെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മുടെ ജീവിതത്തില് ചില കാര്യങ്ങൾ ദൈവം ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് എല്ലാം അറിഞ്ഞിട്ട് ഇല്ലേ? നമ്മുടെ ഒരു അവകാശം എന്താണ്? എല്ലാം അറിഞ്ഞിട്ട് ഒരു പയ്യന്, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില്, വീട്ടിലുള്ളൊരു മകന് ഒരു അവകാശമുണ്ട്. എന്തവകാശം? ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഇവരുടെ കൂടെ പോണോന്നുണ്ടെങ്കിൽ എവിടെയാണ് പോകുന്നതെന്ന്, എപ്പോ തിരിച്ചു വരുമെന്ന്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയാ മതി. അതിനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പ്രായപൂർത്തിയായ മകനുണ്ടോ ഇല്ലയോ? ഉണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് പറയാണ്, എടി വണ്ടി കയറാം പോവാ എന്ന് പറയുമ്പോ ഭാര്യയ്ക്ക് എന്തുണ്ട്? എവിടെയാണ് പോകുന്നതെന്ന്, എപ്പോ തിരിച്ചു വരുമെന്ന് ഒക്കെ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് വിട്ടുകൊടുക്കണോ വേണ്ടേ? വേണ്ട. അത് വിട്ടുകൊടുക്കണ്ട. ആർക്ക് വിട്ടുകൊടുക്കണ്ട? ഭർത്താവിന് വിട്ടുകൊടുക്കണ്ട. ചേട്ടാ പറഞ്ഞിട്ട് പോയാ മതി, ഇന്ന് തന്നെ പറഞ്ഞാ മതി. നിങ്ങൾ ആരെങ്കിലും വണ്ടി കയറാൻ പറയുമ്പോ അച്ഛൻ പറഞ്ഞാണല്ലോ, അറിയാനുള്ള അവകാശം അറിഞ്ഞിട്ട് പോയാ മതി. പക്ഷേ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഇനി പറയുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ചില കാര്യങ്ങൾ അനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. കൽപ്പനകൾ അനുസരിക്കണമെന്ന് ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ കോപിക്കരുത് കൽപ്പനയാണ്. കോപിച്ചാൽ ശിക്ഷാവിധിക്ക് അർഹരാകും. കോപിച്ചാൽ എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാവും? നമ്മള് അതിന്റെ ന്യായീകരണം തേടി പോകണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആസക്തിയോടെ നോക്കരുത്. നോക്കിയാൽ ഇപ്പൊ എന്താ കുഴപ്പം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ സ്നേഹിക്കണം. സ്നേഹിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്തു പറ്റും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് കാണാമല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അനുസരിക്കാൻ തയ്യാറാണോ? കർത്താവ് പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകുക, ശുശ്രൂഷകനാകുക. തയ്യാറാണോ? ഈശോ പറഞ്ഞു, നീ ശിശുവിനെ പോലെ ചെറുതാവുക. തയ്യാറാണോ? ഈശോ പറഞ്ഞു, നീ നിരുപാധികം ക്ഷമിക്കുക. തയ്യാറാണോ? ഈശോ പറഞ്ഞു, നീ പിതാവിനെ പോലെ കരുണയുള്ളവനായിരിക്കുക. തയ്യാറാണോ? ഈശോ പറഞ്ഞു, നീ ആരെയും വിധിക്കരുത്. അവര് മോശമാണ്, ഇവര് വൊട്ടയാണ്, അവര് കൊള്ളൂരതാത്ത, ഇവര് കൊള്ളാം. അങ്ങനെ പറഞ്ഞ് ആരെയും നീ വിധിക്കരുത് ഈശോ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിക്കും, വിധിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഈശോ പറഞ്ഞു, ആകുലപ്പെടരുത്. നമ്മൾ ആകുലപ്പെടും.
ഈശോ പറഞ്ഞു, ദൈവത്തിന്റെ രാജ്യവും നീതിയും സ്വർഗരാജ്യവും ദൈവവുമായിട്ടുള്ള ബന്ധവും അന്വേഷിക്കുക. കൽപ്പനയാണ്, അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. നമ്മൾ അനുസരിക്കാൻ തയ്യാറല്ല. ഈശോ പറഞ്ഞു, നിന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, നീ അനുസരിക്കാൻ തയ്യാറാണോ? നമ്മളിപ്പോൾ വായിച്ചതിൽ നമ്മൾ അനുസരിക്കാത്ത എന്തോരം കാര്യങ്ങളാണുള്ളത്. അതാണ് അനുസരിക്കാതിരിക്കും. നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള നിന്റെ അവകാശം അത് ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആകുന്നത്. കാരണം ഈശോ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. യോഹന്നാൻ 6:38. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഒരു കൊച്ചിനോട് അമ്മ പറഞ്ഞു, മോനെ എടാ ഇന്ന് ഞായറാഴ്ച എടാ പള്ളി പോടാ. ഞായറാഴ്ച പള്ളി പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? കോവിഡ് കാലത്ത് പോയില്ലല്ലോ എന്ന്. അമ്മ പറഞ്ഞു, കോവിഡ് കാലത്ത് നീ മാസ്ക് വെച്ചല്ലേ നടന്നത്, ഇപ്പൊ മാസ്ക് വെക്കുന്നില്ലല്ലോ. റീസണിങ് ആണ്, ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യലാണ്. അവര് വിചാരിക്കുന്നത് അവര് യൂട്യൂബിൽ കാണുന്ന വീഡിയോയിൽ കേൾക്കുന്നതാണ് എല്ലാം, ഇതാണ് എല്ലാം. തിരുസഭയുടെ കൽപ്പനകൾ വെറുതെയാണ്, 10 പ്രമാണങ്ങൾ വെറുതെയാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണമെന്ന് പറയുന്നത് കടമുള്ള ദിവസമാണ്. ആർക്ക് കടം? എന്ത് കടം? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ആയിട്ട് പള്ളി പോവാത്തവരുണ്ട്, ന്യൂ ഇയർ ആയിട്ട് പള്ളി പോവാത്ത. ക്രിസ്തുമസ് ആയിട്ട് പോയിട്ടില്ല, പിന്നെയാണ് ന്യൂ ഇയർ. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം. അനുസരിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതാണ് ഈ സെൽഫ് ഡിനയലിന്റെ 7-ാമത്തെ പാഠം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കുടുംബത്തിലുള്ള ചില ആളുകൾ അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യുവച്ചോ? അനുസരിക്കാത്തവർക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ് ഈശോ. ആദം അനുസരിക്കാത്തവനായിരുന്നു, അവൻ അനുസരിക്കാതെ പാപം ചെയ്തു. ആദത്തിന്റെ അനുസരണക്കേടിന്റെ പരിഹാരം ഈശോ ചെയ്തു. ഹല്ലേലൂയ. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനം എടുത്തു വായിക്കാം. റോമർ 5:19. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. എഴുതി വെക്കാനുള്ളവർ എഴുതി വെച്ചു, വചനങ്ങൾ എഴുതി വെക്കുന്നവരുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:19. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പ്രിയപ്പെട്ടവരെ, ഈശോ പാപപരിഹാരം ചെയ്തു. അനുസരിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ പാനപാത്രം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്
ഇതിന്റെ അനിവാര്യതയെ കുറിച്ച്, ഇത് കുടിക്കാതെ നിവൃത്തിയില്ല എന്നതിനെ കുറിച്ച് ഈശോയ്ക്ക് പിതാവായ ദൈവം, മനുഷ്യ ശരീരത്തിലായിരിക്കുന്ന ഈശോയ്ക്ക് പിതാവായ ദൈവം പൂർണ്ണമായ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല. കിട്ടുന്നുണ്ടോ? ഈശോ പറഞ്ഞു ചില കാര്യങ്ങൾ ദൈവപുത്രനെ കുറിച്ച്. അത് മനുഷ്യപുത്രന് പോലും അന്ത്യവിധിയെ കുറിച്ചാണ്, അവസാന നാളുകളെ കുറിച്ചാണ്. അതെന്ന് സംഭവിക്കുമെന്ന് മനുഷ്യപുത്രന് പോലും അറിഞ്ഞുകൂടാ. ഈശോ തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചില ആളുകൾ അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്താണ് ഈശോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ? ശ്രദ്ധിച്ചോ, നല്ലൊരു കാര്യമാണ്. ഈശോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ കാര്യം ഏതാണെന്ന് അറിയാമോ? ഈ അവസാന നാള് എപ്പോ വരുമെന്ന് ഈശോ പറയാണ്. അത് മനുഷ്യപുത്രന് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ ചില ആളുകൾക്കറിയാം. അവര് പറയും, നീ അവിടെ കാറ്റ് വീശിയത് കണ്ടില്ലേ, ഇവിടെ ഭൂകമ്പം ഉണ്ടായത് കണ്ടില്ലേ, അവിടെ അത് നടന്നത് കണ്ടില്ലേ, അന്ത്യത ആളുകള് ഇപ്പൊ വരും. വന്നോട്ടെ വന്നോട്ടെ. പക്ഷെ ഈശോ പറഞ്ഞത് എന്താണ്? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചില ആളുകൾക്ക് അറിയാം. ഈശോയ്ക്ക് അറിയാവുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റോട്. അറിയാത്തത് നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് തിരികെ ഈശോ പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? ശരിക്കൊന്ന് ചിന്തിച്ചേ. അപ്പോൾ അതിന്റെ അനിവാര്യതയെ കുറിച്ച്, പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ ഹൃദയം അകറ്റി മാറ്റപ്പെടുന്ന ഒരു സമയത്തെയാണ് ഈശോ പറയുന്നത് കഴിയുമെങ്കിൽ ആ മണിക്കൂർ അകന്നു പോകട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ കുരിശുമരണം അകന്നു പോകട്ടെ എന്നല്ല ഈശോ പറയുന്നത്. കുരിശുമരണത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഈശോയുടെ ഹൃദയം പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന ഒരു വേദനാജനകമായ ഒരു സമയമുണ്ട്. അച്ഛൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല, തിയോളജിയാണ്. ആ സമയം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ അനിവാര്യതയെ കുറിച്ച്, ഇതില്ലാതെ പറ്റുകയില്ല എന്ന കാര്യത്തെ കുറിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായ ബോധ്യമില്ല. അപ്പോഴും ഈശോ പറയുകയാണ്, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ഇതുപോലെ അനുസരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ടാകും. അമ്മ ത്രേസ്യയുടെ ജീവിതത്തില് അമ്മ ത്രേസ്യയോട് കർത്താവ് പറഞ്ഞു, മോളെ നീ സഭയെ നവീകരിക്കുക. അമ്മ ത്രേസ്യയോട് സഭയെ നവീകരിക്കാൻ ഈശോ പറഞ്ഞ് സഭയെ നവീകരിക്കാൻ വേണ്ടി 47 വയസ്സുള്ള ഒരു സ്ത്രീ പുതിയ കോൺവെന്റ് ഒക്കെ തുടങ്ങിയപ്പോ പുറത്ത് ആളുകൾ പറയാൻ തുടങ്ങി, അമ്മ ത്രേസ്യ ഒരു ഇമ്മോറൽ സ്ത്രീയാണ്, ധാർമ്മികതയില്ലാത്ത സ്ത്രീയാണ്, വഴിപിഴച്ചവളാണ്. വഴിയൊന്ന് കട്ട് ചെയ്ത് ബാക്കി എന്താ ഉള്ളത് അത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അമ്മ ത്രേസ്യക്ക് പുറത്ത് കാമുകന്മാരുണ്ട്. അതും പറഞ്ഞു. അവരുമായി ഉള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ ഗവൺമെന്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ഇനി അമ്മ ത്രേസ്യ കർത്താവ് പറഞ്ഞ കാര്യമായിട്ട് മുന്നോട്ട് പോണോ വേണ്ടേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ? അത് മാത്രമല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കോൺവെന്റിൽ നിന്ന് മാത്രമല്ല, കോൺവെന്റിൽ നിന്ന് പുറത്താക്കണം. അത് മാത്രമല്ല, സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഇനി പള്ളി കയറ്റരുതെന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പറയുന്നത് അവിടെ ഇവിടെ നിൽക്കുന്ന ആളുകളൊന്നുമല്ല, വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, സഭയിൽ തന്നെയുള്ള ആളുകള്, അകത്തും പുറത്തുമൊക്കെയുള്ള അധികാരത്തിലുള്ള ആളുകളൊക്കെ പറയുകയാണ്, അമ്മ ത്രേസ്യ ആള് പോക്കാണ്. എന്താണ് കാരണം? ദൈവം പറഞ്ഞ ഒരു കാര്യം സഭയെ നവീകരിക്കാൻ വേണ്ടി ഒരു കോൺവെന്റ് തുടങ്ങാൻ പോയതിന് കിട്ടിയതാണ്. അപ്പൊ ഇനി അമ്മ ത്രേസ്യ എന്ത് തീരുമാനിക്കണം? ഞാൻ ഈ പണിക്കൊന്നും ഇല്ല, കർത്താവല്ല, കർത്താവിന്റെ അപ്പം പറഞ്ഞതാണ്, ഇനി ഈ പണിക്കില്ല. മിണ്ടാതെ ഒരു സ്ഥലത്ത് കഞ്ഞിയും കുടിച്ച് ജീവിച്ചാ മതിയല്ലോ, പോരെ?
അതാണ് പ്രിയപ്പെട്ടവരെ, അനുസരിക്കാൻ പറഞ്ഞു, അനുസരിച്ചു. അമ്മ ത്രേസ്യ ജീവിത കഥ എഴുതി. അമ്മ ത്രേസ്യ തന്റെ അനുഭവങ്ങളൊക്കെ വെച്ച് ഏതോ ഒരു കുമ്പസാരക്കാരൻ അമ്മ ത്രേസ്യയോട് പറഞ്ഞു, അമ്മ ത്രേസ്യയുടെ ഇത്രയും വലിയ അനുഭവങ്ങൾ ഒക്കെ എഴുതിയിട്ട് അത് എഴുതി സൂക്ഷിക്കണം, അത് എഴുതി പുസ്തകമാക്കണം, ലോകം അറിയണം. അങ്ങനെ പുസ്തകം എഴുതി എല്ലാം റെഡിയാക്കി ഒരു കുമ്പസാരക്കാരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞു, എത്രയും വേഗം ഈ ആത്മകഥ കത്തിച്ചു കളയണം. അമ്മ ത്രേസ്യ തിരിച്ചു മേടിച്ചു. നിങ്ങളാണ് നിങ്ങളുടെ ആത്മകഥ കഷ്ടപ്പെട്ട് എഴുതിയതെന്ന് വിചാരിക്കുക. 500 പേജ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുമ്പസാരക്കാരൻ പറയാണ്, നിങ്ങളത് കത്തിച്ചു കളഞ്ഞാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ എന്ത് ചെയ്തെന്നറിയാവോ? താൻ എഴുതിയ ആത്മകഥ കത്തിച്ചു കളഞ്ഞു. അതാണ് ഈ അമ്മ ത്രേസ്യയുടെ അനുസരണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇത് പറയുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാന്നുള്ളൂ, അല്ലേ? നമുക്കിഷ്ടമില്ലാത്ത ചെറിയ കാര്യം പോലും, ആത്മകഥ പോയിട്ട് ഒരു കത്ത് കടലാസിൽ കിടക്കുന്ന പോലും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയല്ല, അത് കത്തിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ആള് കഴിഞ്ഞപ്പോ വേറൊരു കുമ്പസാരക്കാരൻ പറഞ്ഞു, വീണ്ടും എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? പോയി പണി നോക്കാൻ പറഞ്ഞില്ല, അമ്മ ത്രേസ്യ വീണ്ടും എഴുതി. കർത്താവിനെ കണ്ണും പൂട്ടി അനുസരിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും അനുസരിക്കാൻ. അപ്പോൾ നമുക്ക് കുറെ ചിന്തകളും ബുദ്ധികളും ഒക്കെ ഉണ്ടല്ലോ, നമുക്കും ഇല്ലേ ചിന്തിക്കാനുള്ള ശക്തി? നമുക്കുമില്ലേ തീരുമാനമെടുക്കാനുള്ള ശക്തി? അമ്മ ത്രേസ്യ എന്തോരം ബുദ്ധിയും ദൈവാനുഭവം ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അതൊക്കെ സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവുകളൊക്കെ മാറ്റിവെച്ചിട്ട് പറഞ്ഞതുപോലെ അനുസരിച്ച് ചെയ്തപ്പോ, പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ ആരെ പോലെയായി? ഈശോയെ പോലെയായി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പൊ നമുക്കും ഈശോയെ പോലെയായി തീരാൻ ഇനി എന്തോരം സഞ്ചരിക്കണം, എന്തോരം നടന്നാലാണ്, എന്തോരം ഈ ആത്മീയ യാത്ര നടത്തിയാലാണ്, പ്രിയപ്പെട്ടവരെ, എന്തോരം പക്വത പ്രാപിച്ചാലാണ് നമുക്കും ഈ വിശുദ്ധരുടെ അല്ലെങ്കിൽ ഈശോയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുന്നത്. നമ്മള് യാത്ര 100 കിലോമീറ്ററിന്റെ യാത്രയിൽ 1/2 കിലോമീറ്റർ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ മട്ടും ഭാവവും ഒക്കെ നമ്മൾ എത്തി എന്നുള്ള രീതിയിലാണ്, അല്ലെ? പിക്നിക്കിന് പോകാൻ വേണ്ടി വണ്ടി കയറിയപ്പോ തന്നെ ഊട്ടിയിൽ എത്തി എന്ന് വിചാരിച്ച് പുതച്ചിരിക്കുന്നവരെ പോലെ. അല്ലെ, ഊട്ടി പോവാന്ന് പറഞ്ഞപ്പോ തന്നെ എടുത്ത് തൊപ്പി വെച്ചു. അവർ തണുപ്പായിരിക്കും, അതിന് കാരാപറമ്പ് വിട്ടിട്ടില്ല. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ വണ്ടി വിട്ടിട്ടില്ല, വണ്ടി കയറി ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ ആയി തീരുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഉപേക്ഷിക്കുക എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്ന വിഷയം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളുടെ ലൈംഗികത ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, വെറുക്കാനുള്ള സ്വാതന്ത്ര്യം, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെ അനുസരിക്കാൻ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ലൈംഗികത ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സെൽഫ് ഡിനയലിന്റെ ഒരു വശമായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ശരീരത്തിന്റെ വിശുദ്ധിയിൽ എപ്രകാരം നമുക്ക് ഈശോയെ പോലെ ആയിത്തീരാമെന്ന ചിന്തകളാണ്. നമുക്ക് കണ്ണുകൾ അടക്കാം.